ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഉത്സവമാണ്. മെയിൻ ഉത്സവം എന്ന് വെച്ചാൽ നാളെ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. ആദ്യം തന്നെ നമുക്ക് മുറ്റും വീടും എല്ലാം നല്ലതായിട്ട് വൃത്തിയാക്കി എടുക്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വീട്ടിലെ എല്ലാവർക്കും തന്നെ ഓരോരോ ജോലികളുണ്ട്. ഇത് പണ്ട് ഞാൻ കൊണ്ട് നട്ട കാട്ടുതെറ്റിയാണ്. കാട്ടിൽ നിന്ന് അപ്പുറത്തുനിന്ന് അയ്യത്തുനിന്ന് വരച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ട് നട്ട് വെച്ചത് മാത്രമേ. പക്ഷേ ഇപ്പോൾ കാടിനകത്ത് നിറയെ പോകുന്നുണ്ട്. ഇപ്പോൾ അത് മാത്രമേ ഉള്ളൂ. നമുക്കാണെങ്കിൽ 103 മലനടകളുണ്ടല്ലോ, മലനട ക്ഷേത്രങ്ങൾ. അതിൽ 101 കൗരവരുടെ ക്ഷേത്രവും ബാക്കി 2 പറഞ്ഞാൽ ഒന്ന് കർണൻ്റെയും വേറൊന്ന് ശകുനിയുടെയും ക്ഷേത്രമാണ്. ഇത് രണ്ടും നമ്മുടെ അടുത്തടുത്താണ്. അപ്പം നാളത്തെ ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ കർണൻ്റെ ക്ഷേത്രത്തിലെ ഉത്സവമാണ്. നമ്മുടെ അമ്പലത്തിലെ ഉത്സവമായതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ രീതിക്ക് ആഘോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ അടുക്കള എന്ന് പറയുന്നത് കുറേ അങ്ങ് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. കുറച്ച് ടൈലൊക്കെ പൊട്ടിപ്പോയി, അങ്ങനെ കുറേ വൃത്തികേട്. അപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്നാണെങ്കിൽ കുറച്ച് വാൾപേപ്പറൊക്കെ വാങ്ങിച്ചൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടും കുറേയൊക്കെ വാൾപേപ്പർ അതൊക്കെ സെറ്റായി. നല്ല ക്വാളിറ്റിയുള്ള വാൾപേപ്പറാണ് കേട്ടോ. അതായത് ഒരു റോളിന് ഞാൻ 6 റോൾ വാങ്ങിച്ചു. ഒരു റോളിന് 70 രൂപയ്ക്കകത്തേ ആവുന്നുള്ളൂ. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ. പിന്നെ ആണെങ്കിൽ വേറൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ സ്റ്റാൻഡുകളൊന്നൊക്കെ കുറവായതുകൊണ്ട് നമുക്ക് കുറച്ച് എന്താ പറയുക സെറ്റ്സ് ഒക്കെ വാങ്ങിക്കണമായിരുന്നു. ഈ സ്പൈസസിൻ്റെ ഒക്കെ സെറ്റ് പോലത്തെ. അതാകുമ്പോൾ നമുക്ക് ഒരുമിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാമല്ലോ. അപ്പോൾ നമുക്ക് സ്പേസ് കുറേ ലാഭിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഇതുപോലുള്ള ഒരു 2 എണ്ണമാണ് വാങ്ങിച്ചത്. ഇത് നമുക്ക് 2 എണ്ണമായിട്ടാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് വെറുതെ ഇരിക്കുന്ന കുറേ ജാർസൊക്കെ നമുക്ക് മാറ്റിയിട്ട് ഇതിനകത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇരിക്കും. ഇത് നമ്മൾ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ്. ഇത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്. ഇതിന് 2 എണ്ണത്തിനൂടെ 150 താഴെ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. അങ്ങനെ പിന്നെ ഒരു ഐറ്റം വാങ്ങിച്ചത് നമ്മുടെ അടുക്കള മേക്ക് ഓവറിന് പിന്നെ ഒരു ഐറ്റം വാങ്ങിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രബ്ബറിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ക്രബ്ബർ തന്നെ. പക്ഷേ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. മറ്റേതുപോലെ പെട്ടെന്ന് ഈ അഴുക്കൊക്കെ കൂടിയിരിക്കുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇത് 20 എണ്ണമാണ് നമുക്ക് കിട്ടുന്നത്. 20ൻ്റെ ഒരു പാക്കാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നാൾ ഇത് യൂസ് ചെയ്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കൊന്നും വേണ്ട. ഇതിൻ്റെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ അമ്മ ഇരുന്നെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളുമൊക്കെ നോക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ അമ്മ എല്ലാം ഉടനെ തന്നെ എടുത്ത് മറ്റേ ഇതിലോട്ട് മാറ്റുകയൊക്കെ ചെയ്യുമായിരുന്നേ. അങ്ങനെ അമ്മ അതെല്ലാം ഒരു സൈഡിൽ കൂടി ഇന്നെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കുറേ പാട്ടുകൾ ഒഴിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അടുക്കളയിൽ കുറേ സ്ഥലങ്ങളൊക്കെ കിട്ടും. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്പേസ് സേവ് ചെയ്യാനായിട്ടുള്ള പറ്റിയ ഐറ്റം തന്നെയാണ്. പിന്നെ അടുത്തതായിട്ട് ഞങ്ങൾ വാങ്ങിക്കുന്നത് വെച്ചാൽ കുറച്ച് ടിന്നുകളും സ്റ്റാൻഡുമാണ്. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിനകത്ത് ഞാൻ വാങ്ങിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സ്റ്റാൻഡും ടിന്നുമാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ ലോങ് ലാസ്റ്റിംഗ് ആണ്. കണ്ടിട്ട് എനിക്ക് അങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആണ് തോന്നുന്നത്. അതുപോലെ ഇത് 2 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഹോളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാം, ബുക്സൊക്കെ അടുക്കി വെക്കാൻ വേണ്ടിയിട്ടും. പിന്നെ ഒന്ന് നമ്മുടെ കിച്ചണിലേക്ക് വാങ്ങിച്ചു. അപ്പോൾ ഈ സെറ്റ്, അതായത് ഈ ജാർസും ഈ ടിന്നുകളും മറ്റേ സ്റ്റാൻഡും കൂടെ മേടിച്ചാൽ കറക്റ്റായിട്ട് അതിനകത്ത് എല്ലാം നമുക്ക് ഇട്ട് വെക്കാനായിട്ട് പറ്റും. 12 എണ്ണമാണ് ഇതിൻ്റെ സെറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാനിത് ടോട്ടൽ വാൾപേപ്പറും മറ്റേ ടിൻസും ഈ സ്റ്റാൻഡും എല്ലാം കൂടെ ഒരു 1300 എനിക്ക് ആയിട്ടുള്ളൂ. പക്ഷേ അടുക്കളയിലേക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ആണ്. ഇതങ്ങോട്ട് ചെയ്തപ്പോഴത്തേനും പക്ഷേ എനിക്ക് അത് ലുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ചെയ്തപ്പോഴത്തേനും അടുക്കളയുടെ ആ ഒരു ഇത് തന്നെ മാറി. ഒരുമിച്ച് കുറേ അങ്ങ് അടുക്കി കൂട്ടിയിരിക്കുന്നതിൻ്റെ കൂട്ട് മാറിയിട്ട് നല്ലൊരു ഇതാണ്. ഞാൻ പിന്നെ ഒരു ദിവസം നിങ്ങളെ കാണിച്ചു തരാം അതിൻ്റെ വേറെ ലുക്ക് എന്ന് പറയുന്നത്. ഒരുപാട് നല്ല റിവ്യൂസ് ഉണ്ട് കേട്ടോ ഇതിന്. ഈ പ്രോഡക്റ്റ് എല്ലാത്തിനും നല്ല റിവ്യൂസ് ആണുള്ളത്. പിന്നെ ഇതിന് നാളത്തേക്ക് കുറച്ച് വരവൊക്കെ നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ ഇന്നേ റെഡിയാക്കി വെക്കുകയാണ്. ഇതാണ് നമ്മുടെ തലേന്ന് നടക്കുന്ന, നാളെ ഉത്സവം തലേന്ന് നടക്കുന്ന നമ്മുടെ അമ്പലത്തിലെ പ്രോഗ്രാംസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.